ആഗമാന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ ചരിത്രവും വിശ്വാസസത്യങ്ങളും. ഹിസ്റ്ററി ആൻഡ് ഫെയ്ത്ത് ഓഫ് ദി യൂണിവേഴ്സൽ സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് ഓഫ് ആന്റിയോക്ക്. തയ്യാറാക്കിയത് ഷെവലിയർ കെ ഒ മാത്യു, കോങ്കര. ചാപ്റ്റർ 1. ക്ലാസ് 2. കഴിഞ്ഞ ക്ലാസ്സിൽ നിത്യജീവൻ പ്രാപിക്കുവാൻ സഭ എത്രമാത്രം ആവശ്യമാണെന്നും ക്രിസ്തുവും തന്റെ സഭയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധവുമായിരുന്നു പഠനവിഷയം. അനേക വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്രിസ്തു തന്നെയാണ് തന്റെ സഭയെന്നത് നാം കണ്ടു. ക്രിസ്തു സ്ഥാപിച്ച വിശുദ്ധ സഭ ഏതെന്നും ആ സഭയുടെ ലക്ഷണങ്ങളും ലക്ഷ്യങ്ങളും എന്താണെന്നതും ഇനി പഠന വിഷയമാക്കാം. മിശിഹ വഴിയും സത്യവും ജീവനുമാകുന്നു. തന്നിൽ കൂടെ അല്ലാതെ ആരും പിതാവിങ്കലേക്ക് വരുന്നില്ല. എല്ലാവരും രക്ഷപ്പെടുന്നതിന് സത്യവും ജീവനും പ്രകാശവും കൃപയും ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുന്നതിനുള്ള വഴിയത്രേ വിശുദ്ധ സഭ. വിശുദ്ധ പൗലൂസ് ശ്ലീഹ 1 കൊരിന്ത്യർ അധ്യായം 12 വാക്യം 12 ഇതേപ്പറ്റി പറയുന്നത്, ശരീരത്തിലെ അവയവങ്ങൾ ശിരസിനോട് എപ്രകാരം ബന്ധപ്പെട്ടിരിക്കുന്നുവോ അപ്രകാരം സത്യമായും കൃത്യമായുമത്രേ സഭ മിശിഹായോട് ബന്ധപ്പെട്ടിരിക്കുന്നതെന്നത്രേ. അതിനാൽ മേൽ വാക്യങ്ങളിൽ നിന്നെല്ലാം നാം മനസ്സിലാക്കിയിരിക്കുന്ന സത്യം, മിശിഹായും തന്റെ മണവാട്ടിയാകുന്ന വിശുദ്ധ സഭയും തമ്മിൽ വേർപിരിക്കപ്പെടാൻ സാധ്യമല്ലാത്ത വിധത്തിൽ ഒന്നാകുന്നുവെന്നത്രേ. ഞാൻ തന്നെ ഏക മധ്യസ്ഥൻ, എന്നിൽ കൂടെയല്ലാതെ ഒരുവനിലും രക്ഷയില്ല. ഇപ്പോൾ ക്രിസ്തുവും വിശുദ്ധ സഭയും ഒന്നാകയാൽ മേൽ വാക്യത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത്, വിശുദ്ധ സഭയുടെ, അതായത് ക്രിസ്തുവും വിശുദ്ധ സഭയും ഒന്നാകയാൽ വിശുദ്ധ സഭയുടെ മാധ്യസ്ഥതയിൽ കൂടെയല്ലാതെ വേറൊരു വഴിയിലും രക്ഷയുണ്ടാകയില്ല എന്ന സത്യവും വെളിവാകുന്നു. മനുഷ്യൻ സഭയുടെ ഐക്യത്തിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയേക്കാം. എന്നാൽ അതുമൂലം ഏകസഭയെ നശിപ്പിക്കാൻ സാധ്യമല്ല. സഭ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ ജനം ആകുന്നു. 1 പത്രോസ് അധ്യായം 2 വാക്യം 4 മുതൽ 10 വരെ. അതിനായി മിശിഹ മരിച്ചു. അതിനെ താൻ രക്ഷിച്ചു. അതിനു താൻ ജീവനെ നൽകുന്നു. നമ്മെ ആ കുടുംബത്തിലെ അംഗങ്ങൾ ആക്കി തീർത്തുകൊണ്ട് ആളാം പ്രതിയായും രക്ഷിക്കുന്നു. ഏവംവിധം മഹത്വമുള്ള സഭയിൽ അംഗത്വം പ്രാപിച്ചിരിക്കുന്നതിനാൽ രക്ഷ, വിശുദ്ധീകരണം എന്നിവ നമുക്ക് സ്വായത്തമാകുന്നു. ആകയാൽ താൻ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് കർത്താവിന്റെ സഭയിൽ നിന്നും കൂദാശകളിൽ നിന്നും മനഃപൂർവ്വമായി പിന്തിരിഞ്ഞു പോകുന്നവൻ മിശിഹ ലോകത്തിൽ ആയിരുന്നപ്പോൾ തന്റെ അടുക്കലേക്ക് തിരിയുവാൻ മനസ്സില്ലാതിരുന്നവർക്ക് ദൈവത്തിന്റെ കൃപയും സത്യവും പ്രാപിപ്പാൻ സാധിക്കാതിരുന്നതുപോലെ അവ പ്രാപിപ്പാൻ സാധ്യമല്ല തന്നെ. പുതിയ നിയമത്തിൽ സഭ എന്നുദ്ദേശിക്കുന്നത് വരുവാനിരിക്കുന്ന രാജ്യത്തിലെ അവകാശികളായി തീരാൻ ഉള്ളവരുടെ ആ സംഘത്തെ ആകുന്നു. സഭ ദൈവം തനിക്കായി തന്നെ ഒരു ജനസമൂഹത്തെ നിർമ്മിക്കുന്നതാകുന്നു. അവർ ദൈവത്തിന്റെ പുതിയ ഇസ്രായേൽ ആകുന്നു. അത് ഇസ്രായേലിന്റെ പൂർത്തീകരണമാകുന്നു. സഭ ദൈവത്തിന്റെ ഇസ്രായേൽ ആകുന്നു. ഗലാത്യർ അധ്യായം 6 വാക്യം 16. തെരഞ്ഞെടുക്കപ്പെട്ട കൂട്ടം ആകുന്നു. 1 പത്രോസ് അധ്യായം 2 വാക്യം 9 മുതൽ 10 വരെ. രാജകീയ ആചാര്യഗണവും. പുറപ്പാട് അധ്യായം 19 വാക്യം 6. വിശുദ്ധ ജാതി ആകുന്നു. ആവർത്തനം അധ്യായം 7 വാക്യം 6. ദൈവത്തിന്റെ സ്വന്തമായ ജനം ആകുന്നു. മലാക്കി അധ്യായം 3 വാക്യം 17. ഇന്ന് ലോകത്തിൽ അനേക സഭകളും സമൂഹങ്ങളുമുണ്ട്. 2 ക്രിസ്തു സ്ഥാപിച്ച സഭ ഏത്? അതിന്റെ ലക്ഷണം, ലക്ഷ്യം, പ്രാരംഭ പ്രവർത്തനം എന്നിവ വിശുദ്ധ വേദപുസ്തകാടിസ്ഥാനത്തിൽ നാം അറിയേണ്ടതാണ്. സഭകൾ എന്ന് അപ്പോസ്തോല പ്രവൃത്തിയിൽ കാണുന്നവ ഏകസഭയുടെ പ്രാദേശിക ഘടകങ്ങളായിരുന്നു. കൊരിന്തിലുള്ള ദൈവസഭ. 1 കൊരിന്ത്യർ അധ്യായം 1 വാക്യം 2 നോക്കുക. ഗലാത്തിയിലെ സഭകൾ. ഗലാത്യർ അധ്യായം 1 വാക്യം 2 നോക്കുക. ആസിയായിലെ 7 സഭകൾ. വെളിപാട് അധ്യായം 1 വാക്യം 4 നോക്കുക. ശ്ലീഹന്മാരുടെ പ്രവർത്തനങ്ങൾ മൂലം മറ്റു സ്ഥലങ്ങളിലും സഭകൾ ഉടലെടുത്തു എങ്കിലും അവയൊന്നും സ്വതന്ത്ര ഘടകങ്ങൾ അല്ലായിരുന്നു. ഏകസഭയിൽ ഉൾപ്പെട്ടവ മാത്രമായിരുന്നു. ക്രിസ്തു സ്ഥാപിച്ച വിശുദ്ധ സഭയുടെ ലക്ഷണങ്ങൾ 4 അവ ഇപ്രകാരമാണ്: 1 കാതോലികം, 2 ശ്ലൈഹികം, 3 ഏകം, 4 വിശുദ്ധം. ഓരോന്നിന്റെയും അർത്ഥമെന്താണ്? ദൈവകൃപയാൽ ഈ വിഷയത്തിലുള്ള തുടർന്നുള്ള ക്ലാസുകൾ അടുത്ത ദിവസങ്ങളിൽ എടുക്കുന്നതാണ്. ഇതുപോലുള്ള കൂടുതൽ വിവരങ്ങൾക്ക് യൂണിവേഴ്സൽ സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് ഓഫ് ആന്റിയോക്ക് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നിങ്ങളെയെല്ലാം കാണാം എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു.